ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ കീമിന് നല്ലൊരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം, ഇനി കുറച്ച് മാസങ്ങളും കൂടെ അല്ലേ ഉള്ളൂ. സോ ഈ മാസങ്ങൾ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ അവസാന മാസങ്ങളിൽ ചെയ്ത കാര്യങ്ങളും ഒക്കെ കൂടെ കൂട്ടി, ടിപ്സും ട്രിക്സും ഒക്കെ കൂടെ കൂട്ടി ഉള്ളൊരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. പോയിന്റ് നമ്പർ 1, നിങ്ങൾ ഉറക്കമുളച്ച് പഠിക്കരുത്. ഓക്കെ, ലൈക്ക് ദിസ് ഇസ് എൻജിനീയറിങ് ആൻഡ് എൻജിനീയറിങ്ങിൽ മാത്സ് ഒക്കെ ഉണ്ട്. അതിൽ പ്രോബ്ലംസൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് മെഡിസിൻ പോലെ, ബയോളജി പോലെ കുത്തിയിരുന്ന് പഠിക്കേണ്ട സാധനമല്ല. സോ യു ഹാവ് ടു യൂസ് യുവർ മൈൻഡ്, ആൻഡ് യൂസ് യുവർ മൈൻഡ് യു ഹാവ് ടു ഗിവ് ഇറ്റ് റെസ്റ്റ്. ഓക്കെ, സോ ഉറക്കമുളച്ചിരുന്ന് പഠിക്കുന്ന കാര്യം വിട്ടേക്കുക. ലൈക്ക് രാത്രി പഠിക്കുന്നവരുണ്ടായിരിക്കും, ഓക്കെ, അവർ രാത്രി പഠിച്ചോ, പക്ഷേ ഉറക്കമുളച്ച് പഠിക്കരുത്. രാവിലെ അതേപോലെ ഉറങ്ങണം. ഓക്കെ, ആൻഡ് ഉറക്കവും ഫുഡും കൃത്യമായിട്ട് നടന്നിരിക്കണം. ഓക്കെ, പോയിന്റ് നമ്പർ 2, നിങ്ങൾ പഠിക്കുമ്പം തിയറി മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ തിയറി പഠിച്ചാൽ ബോറടിക്കും എന്ന് പറഞ്ഞാൽ ബോറടിക്കും. ഞാനൊക്കെയാണെങ്കിൽ ഫുൾ ടൈം ബോറടിച്ച് ചത്ത് തിയറി പഠിച്ച്. ക്ലാസ്സിൽ തിയറിയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഫുൾ ടൈം ഉറക്കമായിരിക്കും ഗൈസ്. സോ തിയറി പഠിച്ചാൽ ബോറടിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, PYQ ക്വസ്റ്റ്യൻസ് എടുക്കണം. ആ ക്വസ്റ്റ്യൻസ് എഴുതി കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് അതിലത്തെ തിയറി കണ്ടുപിടിച്ച് പഠിക്കണം. ലൈക്ക് ഫസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തു, ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ തിയറി പോയി പഠിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, പോയിന്റ് നമ്പർ 3, നിങ്ങൾ ഒരിക്കലും മുഴുവൻ പഠിച്ചിട്ട് എക്സാമിന് ഇരിക്കാം, അല്ലെങ്കിൽ ഇത് മുഴുവൻ പഠിച്ചാലേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ പാടില്ല. സിലബസ് കുറേ ഉണ്ട്. നമുക്ക് പറ്റാവുന്ന അത്രയും പഠിച്ചിട്ട് നമ്മൾ പഠിച്ചതെല്ലാം തറവാക്കിയിട്ട് എക്സാമിന് കയറാം. അങ്ങനെ ഒരു ചിന്താഗതി വെക്കുക. അതായത് മുഴുവൻ പഠിക്കുക എന്നല്ല, പഠിച്ചത് തറവാക്കുക. പഠിച്ചതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ ചെയ്യാൻ കഴിയുക. അത്ര മതി ബ്രോ, അത്ര മതി. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ നമ്മൾ പഠിച്ച സാധനം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് വിജയമാണ് ഗൈസ്, അത് വിജയമാണ്. ഓക്കെ, സോ തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് മുഴുവൻ പഠിച്ചിട്ട് ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല, നമ്മൾ പഠിച്ചതും കൂടെ മറന്നു പോകും. സോ പഠിച്ചത് വൃത്തിയായി പഠിച്ച് എക്സാം ഹോളിൽ കയറി ആ ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ എഴുതാൻ പറ്റുവാണെങ്കിൽ ഗൈസ് നിങ്ങൾ സീനാണ്. ഓക്കെ, പോയിന്റ് നമ്പർ 4, ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയിരിക്കണം. എല്ലാ ഇക്വേഷൻസും എഴുതിയ ഒരു ബുക്ക്. ഓക്കെ, അത് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ അത് ഈ ഒരു മാസത്തോളം ഇങ്ങനെ ചുമ്മാ മറിച്ച് നോക്കണം. ലൈക്ക് എങ്ങാനും അതിൽ എല്ലാ ദിവസവും മറിച്ച് നോക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആകത്തില്ലേ. എങ്ങാനും അതിനൊരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം വന്നാൽ നമുക്കത് ചെയ്തിട്ട് നമുക്ക് 4 മാർക്ക് കിട്ടി, നമുക്ക് എത്ര റാങ്ക് ഉയർന്നു പോകാം ഗൈസ്, ആലോചിച്ച് നോക്ക്. സോ അതിൽ നിന്നൊരു ഇക്വേഷൻ വൈസ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇക്വേഷൻ നമുക്ക് ഓർമ്മയില്ലെന്ന് വെച്ചാൽ അത് ഇന്ന കഷ്ടപ്പെട്ട കാര്യമായിരിക്കും. ഓക്കെ, സോ നമ്മളൊരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും ഗൈസ്, ഇക്വേഷൻസ് ഉള്ള ബുക്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബ്രില്യൻ്റ് ഒക്കെ ഉണ്ട്, ഇക്വേഷൻ ബുക്കൊക്കെ കാണും. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ട് അത് ചുമ്മാ ഇങ്ങനെ മറിച്ച് നോക്കിയാൽ മതി. അതിലെ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻ തലയിൽ കയറിയാൽ മതി ഗൈസ്, അത് നമുക്ക് ഉപയോഗപ്രദമാകും. ഓക്കെ, 5th പോയിന്റ്, നിങ്ങളെപ്പോൾ പഠിക്കാനിരുന്നാലും നിങ്ങളിപ്പം 1 മണിക്കൂർ പഠിച്ചെന്ന് വെച്ചോ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 1 മണിക്കൂർ കൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി എന്ന് നോക്കണം. 1 മണിക്കൂർ കൊണ്ട് ഇപ്പം നമ്മളൊരു 25 ക്വസ്റ്റ്യൻ ചെയ്തെന്ന് വെച്ചോ, അതനുസരിച്ചുള്ള ഒരു റിവാർഡ് നമുക്ക് തന്നെ കൊടുക്കണം. ലൈക്ക് യു റിവാർഡ് യുവർ സെൽഫ് ആഫ്റ്റർ യുവർ സ്റ്റഡീസ്. ലൈക്ക് ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. അതായത് നമുക്കൊരു സന്തോഷം തോന്നില്ലേ, നമ്മൾ ഇത്രയും മണിക്കൂർ കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്തല്ലോ എന്നൊരു സന്തോഷത്തിൽ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുക. അതായത് അതെന്തും ആയിക്കോട്ടെ, ഒരു 15 മിനിറ്റ് അതേ വീണ്ടും പഠിക്കാൻ പോകണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ തന്നെ റിവാർഡ് ചെയ്യുക, ആൻഡ് ഇറ്റ് വിൽ ഫീൽ വെരി സാറ്റിസ്ഫൈങ്. ഓക്കെ, സോ ഇത് ഷോർട്ട് ടിപ്പാണ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണ കാര്യമാണ്. ഓക്കെ, ആൻഡ് ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. സോ ഇനിയുള്ള ട്രിക്സൊക്കെ അടുത്ത വീഡിയോസിൽ പറയാം. ബൈ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. പഠിക്കണം കേട്ടോ, അല്ലാണ്ട് ഫോണിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കില്ല.